പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ കൊടുങ്ങല്ലൂർ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പെട്ടെന്ന് തീരുമാനിച്ച് അച്ഛനെയും വിളിച്ചൊരു ഒറ്റ വിടലങ്ങോട്ട് വിട്ടു. ഒന്നും നോക്കിയില്ല പിന്നെ കേട്ടോ. വരെ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വിട്ട് കൊടുങ്ങല്ലൂർ തിരിക്കുകയാണ്. ചെറിയ പെരുന്നാൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായിരുന്നു. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആടുത്രി കാണാൻ പോകുക അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാണാൻ പോകുക എന്ന് പറഞ്ഞ പ്ലാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നടന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മുടെ അച്ഛനെ വിളിച്ചപ്പോൾ അവൻ എന്നാൽ പോകല്ലേ പറഞ്ഞു. ഒറ്റ മൈൻഡ് ഒന്നും നോക്കിയില്ല. പിന്നെ 6 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇപ്പം ഞങ്ങൾ അവിടെ എത്തി. ഇനി ഇവിടുത്തെ പരിപാടികൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളും കാണും ഇല്ലടാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അമ്പലം ഏതാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയെല്ലാം വള്ളി പുള്ളി തെറ്റാതെ നിങ്ങൾ കാണും. അപ്പോൾ ഓക്കെ ബായ്സ് അല്ലേ. അതിൽ മെയിനായിട്ട് ചുരുക്കി പറയാമല്ലോ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടു. ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ റോഡ് കഴിഞ്ഞിട്ട് കയറി പോകാമെന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോഴേക്കും വഴി ശരിക്കും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലധികം പോയി. ഹൈവേ വഴി കയറിപ്പോയി. ലാസ്റ്റ് പിന്നെ മാള വഴി അങ്ങനെ ഉള്ളിലോട്ടൊക്കെ കറങ്ങി പിടിച്ച് മോഹൻലാൽ പറഞ്ഞത് ചോദിച്ച് പോയിട്ട് ലെവലിൽ അവിടെ എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോൾ എന്താ ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തല തൊട്ട് ഒരു തല വരെ 1.5 ക്യൂ. എന്താണെന്ന് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഇത് അമ്പലത്തിൽ തൊഴുതാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്, നാളെ അമ്പലം തുറക്കുള്ളൂ, അപ്പോൾ തൊഴുതാനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സൈഡ് വഴി അങ്ങനെ കറങ്ങി ഉള്ളിലോട്ട് അമ്പലത്തേക്ക് അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഉള്ളിലോട്ട് പോയി. അതിനിടയിൽ രസകരമായ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടു. അങ്ങനെ പിന്നെ ചെന്ന് വട്ടത്തിൽ അങ്ങനെ കറങ്ങി ഇതൊക്കെ കണ്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി ചെന്ന് പെട്ടത് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഒരു 1.5 ക്ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ടു, സമയം കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവിടെയും ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഓരോരോ കൂട്ടത്തിൽ നല്ല രീതിയിൽ പാട്ടുപാടി ആസ്വദിക്കുന്ന ചേട്ടന്മാരും അമ്മമാരും ചേച്ചിമാരും വെളിച്ചപ്പാടുകളും അങ്ങനെ അതും വേറൊരു ലെവലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കി, ഓരോരുത്തരിനെ മാറി നോക്കി ആസ്വദിച്ച് കുറേ നേരം നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പ്രായഭേദം ഇല്ലാതെ ചേച്ചിമാർ അങ്ങനെ എല്ലാവരും അവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. കോൽക്കളി കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ അവിടെ തിരി വയ്ക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അതിന് മുകളിൽ എണ്ണയൊക്കെ കൊളുത്തിയിട്ട് എണ്ണ ഒഴിച്ച് നല്ല രസത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതും അതാ ഒരു സായിപ്പിനെ ഞങ്ങൾ ഇടയിൽ കണ്ടു. അയാൾ എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞതും അമ്മമാർ കുറേ അവിടെ കിടന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരും അവരുടെ ശരീരത്തേക്ക് വന്നിട്ട് ഇതാകണമെന്ന് അറിയില്ല, ആ ഒരു രീതിക്ക് കുറേ നേരം ഞങ്ങൾ കണ്ടു. അങ്ങനെ മാറി നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നൈസായിട്ട് ഞങ്ങൾ കണ്ടു. ഓരോരുത്തർ വന്ന് ഓരോ രീതിക്കനുസരിച്ച് കാണിക്കുന്നത് കണ്ടു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വരും എന്ന് പറഞ്ഞിട്ട് നല്ല നൈസായിട്ട് ചാടി നല്ല ബാക്കിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കഞ്ഞി കുടിക്കുന്ന കണ്ടു ആളുകൾ കുറേ പേര്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നു, പായസ കൗണ്ടർ. അങ്ങനെ അതൊക്കെ ഞങ്ങളെ നിരീക്ഷണത്തിലൂടെ ഞങ്ങളിങ്ങനെ കണ്ട് അങ്ങനെ ഉള്ളിലോട്ട് കയറിപ്പോയി. ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ കുറേ അലുവയും പൊരിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ട് കണ്ടു. അപ്പോൾ ശരിയടാ മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതാണ് വേറെ വലിയ ട്വിസ്റ്റ് കേട്ടോ. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അവിടെ, ഇതുവരെ പോയിട്ടേ ഇല്ല. ഞങ്ങൾ വെളിയിലോട്ട് ചാടി കഴിഞ്ഞതും ഞങ്ങൾ വന്ന വഴി പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെയും ഉണ്ടായിരുന്നൊരു ക്ലോക്കും കാര്യങ്ങളും ഒരേപോലെയായിരുന്നു വഴി. ഞങ്ങളപ്പോൾ ശരിയടാ നമ്മൾ ഈ വഴിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോയി. നീങ്ങി കഴിഞ്ഞപ്പോൾ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മെയിൻ റോഡെത്തി. എന്താടപ്പോൾ അത് ഇത്ര ദൂരം വന്നിട്ട് നമ്മുടെ സ്ഥലം കാണാത്തത് പറഞ്ഞപ്പോൾ പിന്നോട്ടാ വഴി തെറ്റിയെന്ന് പറഞ്ഞു. വീണ്ടും തിരിച്ചു. അങ്ങനെ വഴികളെല്ലാം മാറി അങ്ങനെ അവശ നിലയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ടെസ്റ്റ്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ അനിൽ പുളിമുറ്റം പ്രദേശത്ത് അനിലും വിജയശേട്ടനും കൂടി വരുന്നു. അപ്പോൾ എടാ എന്താടാ അനിലേട്ടാ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതോ നിങ്ങളെന്താടാ ഇവിടെ ചോദിച്ചു. ഒന്നും പറയാനടാവുക, ഞങ്ങൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരാളെ നിർത്തി ഞങ്ങൾക്ക് ഏത് വഴി പോകുമ്പോഴും ഒരേ വഴി പോലെ തോന്നുന്നു, ഒരു പിടുത്തമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരും നമ്മുടെ കൂടെ കൂടി. പിന്നെ ഞങ്ങൾ 4 പേരും കൂടി എന്തിനു പറയണു, നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ നടന്ന് കുടിക്കാം, പൈപ്പിലും വെള്ളമില്ല എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ ചേട്ടായിമാരെ ഞങ്ങൾ ഏകദേശം വന്ന അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി കറങ്ങി അടിപൊളിയായിട്ട്. ഐതിഹ്യങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ പോലും മാക്സിമം കാര്യങ്ങൾ നമ്മളെ അമ്പലത്തിൻ്റെ ഉള്ളിലെ നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസുകളൊക്കെ എടുത്ത് മാക്സിമം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ മാക്സിമം വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇല്ലടാ, മാക്സിമം വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇനി കായലുകുളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ, അത് നാളെ രാവിലെ ഇവിടുന്ന് 7 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടെ. അതിനെന്തായാലും നമ്മൾ നിൽക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ മാക്സിമം ഇപ്പോഴുള്ള ഇവിടുത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ എടുത്തു. സംഭവം
പറയാനൊന്നുമില്ല, നമുക്കൊരു പുതിയ വൈവാണില്ലടാ. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഇവനും ആദ്യമായിട്ടാണ് വന്നത്. നമ്മൾ ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ കാണണം പറഞ്ഞിട്ട് ഒരു ത്രില്ലടിച്ച് വന്നത് മുതലായി സംഭവം. ഓരോ ആളുകൾ കാണിക്കുന്നത് എൻ്റെ പൊന്നോ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ഉറങ്ങി കണ്ടിട്ടുണ്ട്, അതേ നമുക്ക് അറിയുള്ളൂ. ഇവിടെ വേറെ ലെവല് അല്ലേ. ഇനിയിപ്പോൾ രാത്രി ഫുള്ള് ഈ പരിപാടിയാണ്. ഇവിടെ എല്ലാവരും കറങ്ങി അടിച്ച് കുറേ പേര് ഉറങ്ങുന്നുണ്ട്, കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറേ പേര് പാട്ട് പാടുന്നുണ്ട്, അമ്പലം കണ്ട്, അങ്ങനെ പല പരിപാടികളാണ്. അതൊക്കെ കഴിഞ്ഞ് നാളെ എല്ലാവരും ഓരോ പാട്ട് പാടി പോകണണ്ട. ഇതെല്ലാം കഴിഞ്ഞ് ഇവരിഞ്ഞ് നാളെ കായൽ കൂടിയൊക്കെ കഴിഞ്ഞ് നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോവുള്ളൂ എന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. നമ്മളത്ര നേരം നിൽക്കില്ലെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ ബസ്, ടാറ്റാ. കൊടുങ്ങല്ലൂർ വന്നു. നമ്മുടെ പുളിമുറ്റം പ്രദേശത്ത് മൊത്തം ഇവിടെ ഇറങ്ങി താഴത്തിരിക്കണം. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടി കാണാണ്ട് ഞങ്ങൾ തപ്പാണ്. ബോസ് അല്ല ഗൈസ്, ഞങ്ങൾ വഴി മാറിയിട്ട് ഒരേ തപ്പാണ്. ഏത് വഴി വന്ന് നന്നായി തപ്പ് അല്ലേ. അങ്ങനെ നടന്ന് വന്നൊരു സിംഹത്തിന്റെ മടയിൽ എന്ന് പറഞ്ഞ പോലെ ഗ്യാങ്ങുകൾ കിടക്കുന്നുണ്ട്. അടിപൊളി ടാർപ്പായൊക്കെ വിരിച്ചിട്ടേ എന്ത് രസമാണ്. അങ്ങനെ വന്ന് ഞങ്ങളെല്ലാവരും എന്തായാലും കുറച്ചു നേരം കിടന്നു കഴിഞ്ഞിട്ടേ കായൽ കുളിക്കാനുള്ള പരിപാടി നോക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു കേട്ടോ. ചേട്ടായിമാരെ എല്ലാവരും കൂടി കായൽ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബോട്ടോ, കായൽ കുളിക്കാൻ പോവല്ലേ? ഗ്യാങ്ങുകളുണ്ട്. പുളിമറ്റം പ്രദേശത്ത് സകലവരും ഇവിടെ നിന്ന് നമ്മളെ എല്ലാവരെയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. കായൽ കുളിക്കാൻ പോകും. ഓസോട്ടനുണ്ട്, ബാബോട്ടനുണ്ട്, സകലപുരാതി ആൾക്കാരൊക്കെ ഉണ്ട്. കായൽ കുളി എന്ന് പറഞ്ഞിട്ട് രാത്രി 2:30-3 മണിക്ക് ഞങ്ങൾ എണിച്ചിട്ട് 6-7 കിലോമീറ്റർ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതേ പാട്ടും ഇതേ വൈകും കാര്യങ്ങളും പാട് സെറ്റ്. പിന്നെ ഒന്നും നോക്കുകയൊന്നും ചെയ്തില്ല. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് അവിടുത്തെ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കിയിട്ട് കുളിക്കുന്ന അവിടേക്ക് പോയിട്ടാണ്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അതിലേറെ വൈകും. ഓരോരുത്തരും അവിടെ കിടന്നുറങ്ങണം സുഖസുന്ദരമായിട്ട്. വീട്ടിലുറങ്ങും പോലെ ഉറങ്ങണം. നോക്കിയേ, കടലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഇല്ലേ നിറയെ പേര് ഉറങ്ങുന്നത് കണ്ടു. പിന്നെ നിറയെ ചില്ലറ പൈസകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വഴിപാടായിട്ട് എറിയുന്നതാണെന്നാണ് കണ്ടത് ഞങ്ങൾ. അത് ചിലവരെടുക്കുന്നുണ്ടായിരുന്നു, ചിലവരെടുത്തിട്ട് വീണ്ടും വെള്ളത്തേക്ക് തന്നെ എറിയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ടീമുകൾ ആ എറിയുന്ന പൈസനെ പെറുക്കിയെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പൈസ എടുത്ത് വായിലൊക്കെ വെച്ചിട്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നേരം ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഓരോരുത്തർ കുളിക്കുന്ന സീനുകളൊക്കെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടത്തോടുകൂടി പോയി കുളിക്കാനും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് എന്താ സംഭവം നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ നേരം നോക്കി നിന്നുള്ളതാണ്. ഞങ്ങൾക്കും കുളിക്കണം, തണുപ്പും കാര്യങ്ങളും എന്താ പറയുക മൊത്തത്തിലൊരു ലെവലായിട്ട്. അപ്പോൾ ചേട്ടായിമാരെ കായലല്ലേ, കായൽ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും കുളിക്കുന്നത് നമ്മുടെ ഗ്യാങ്ങുകളിലെല്ലാം കണ്ടതാണ്. കോസോട്ടൻ പിന്നെ ഒന്നും നോക്കൊന്നും ചെയ്തില്ല കേട്ടോ. ഓരോരുത്തർ ഡ്രസ്സ് അഴിക്കാൻ തുടങ്ങി. ഓരോരുത്തർ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾക്ക് ഉൾപ്പെടെ. പിന്നെ അതൊന്നും നോക്കിയില്ല. പിന്നെ ഓരോരുത്തർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴിച്ച് കുളിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ പ്ലാനിൽ ഓരോരുത്തരായിട്ട് കടലിലോട്ട് ഇറങ്ങി എന്നുള്ളതാണ്. ഓരോരുത്തർ മണലൊക്കെ നല്ല എന്താ പറയുക പ്യുവർ മണലവിടെ നിന്നോട് കയറ്റിയിട്ട് വന്നാലോ ആലോചിച്ചു. അപ്പോൾ ഓരോരുത്തർ കുളിക്കാൻ തുടങ്ങി. നല്ല ഉപ്പ് വെള്ളമായിരുന്നു. തലേന്നും നനയ്ക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ തലേന്നും ആരും നനയ്ക്കാൻ നിന്നില്ല. അപ്പം നല്ല രീതിയിൽ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടിപൊളി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തിൽ ബോട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വിവിധാസാട്ടിനവരാണ് നിൽക്കുന്നത്, തണുത്തിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ വേറെ ലെവലായി മാറി എന്നുള്ളതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവം ഉഷാറായി സെറ്റായിട്ട് വന്നു എന്നുള്ളതാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് പോകാം. വർഷത്തെ ആണെന്ന് തോന്നുന്നു ഈ പരിപാടി, മറ്റേ ഭരണി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്കും പോകാം. എല്ലാം ആസ്വദിച്ച് കാണാനും കാര്യങ്ങൾക്കും അവിടെ വേണ്ട ലെവലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ബസ്.